ഹായ് ഫ്രണ്ട്സ്, ഒറ്റ ദിവസം കൊണ്ട് വൈറലായി ആളുകളുടെ പ്രിയങ്കരിയായി മാറിയ ഒരാളെ നിങ്ങൾക്കറിയുമോ? അതെ, മൊണാലിസ. മധ്യപ്രദേശിലെ എൻഡോറിലുള്ള ഒരു പെൺകുട്ടിയാണ്. മഹാകുംഭമേളയിൽ മാല വിൽക്കാനായി വന്നവളാണ്. ഒടുവിൽ ആ പെൺകുട്ടിക്ക് അവിടെ മാല വിൽക്കാൻ പോലും കഴിയാത്ത ഒരു അന്തരീക്ഷമായി മാറി. കാരണം ആ പെൺകുട്ടിയെ ഫോട്ടോയെടുക്കാനും ഇന്റർവ്യൂ ചെയ്യാനും അവിടെ ആളുകൾ തടിച്ചു കൂടുകയായിരുന്നു. അവസാനം ഗതികെട്ട് ആ പെൺകുട്ടിക്ക് പറയേണ്ടി വന്നു, എന്നെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കുമോ എന്ന്. അത്രത്തോളം ആളുകൾ തടിച്ചുകൂടുകയും കുട്ടിയെ ഫോട്ടോ എടുക്കുകയും ഇന്റർവ്യൂ ചെയ്യുകയുമായിരുന്നു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാണ് ആ കുട്ടി വൈറലായി മാറുകയായിരുന്നു. എല്ലാവർക്കും ഒരു ദിനം ഉണ്ട് എന്ന് പറയും പോലെ മൊണാലിസയുടെ ദിനമായിരുന്നു അന്ന്. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ചാരക്കണ്ണുകൾ, സൗന്ദര്യമാർന്ന ചിരി, തവിട് നിറത്തോടു കൂടിയ ചർമ്മം, അതെല്ലാമാണ് മൊണാലിസയെ ജനഹൃദയങ്ങളിലേക്ക് ആകർഷിക്കാൻ കാരണമായത്. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടിരുന്ന കുട്ടിയാണ് മൊണാലിസ. എന്നിട്ടും വൈറലായിരുന്നില്ല. എന്നാൽ മഹാകുംഭമേളയിലാണ് മൊണാലിസയുടെ മനം കവരുന്ന സൗന്ദര്യം ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചത്. പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടി. അച്ഛനും അമ്മയും സഹോദരങ്ങളും ചെയ്യുന്നത് പോലെ മാല വിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു മൊണാലിസ. നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എന്നാൽ ഇന്ന് മൊണാലിസ കടന്നുപോകുന്ന വഴികൾ. ഒരുപാട് TV ഷോകളിൽ മൊണാലിസയ്ക്ക് എത്താൻ സാധിച്ചു എന്നതാണ്. കൂടാതെ മോഡലായും ഉദ്ഘാടനങ്ങളായും അങ്ങനെ വലിയ വലിയ പ്രശസ്തി മൊണാലിസയെ വരവേൽക്കുകയായിരുന്നു. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്കാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഈ പറയുന്ന മൊണാലിസയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിനായിട്ടാണ് ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ പേജിലൂടെയാണ് ഈ വിവരം പ്രേക്ഷകരോട് പങ്കുവച്ചത്. ഈ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് കമൻറ്റുമായി വന്നിട്ടുള്ളത്. വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്നും ഞങ്ങൾക്ക് മൊണാലിസയെ കാണാൻ അവസരം ഒരുക്കിയ ബോച്ചയ്ക്ക് 1000 നന്ദിയെന്നും അഹങ്കാരം പിടിച്ചവർക്ക് കൊടുക്കുന്നതിലും ബെറ്റർ ഇതുപോലുള്ള പാവങ്ങൾക്ക് കൊടുക്കുന്നതാണ് എന്നും മൊണാലിസയ്ക്ക് കേരളത്തിലേക്ക് സ്വാഗതം എന്ന് തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. ഇതിൽ വന്ന വേറൊരു കമൻറ്റ് അത് പറയാതിരിക്കാൻ വയ്യ. ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരു തവണ അലക്ഷ്യമായി സാറ്റ് ചെയ്ത് വിക്കറ്റ് പോയാൽ പിന്നെയുള്ള കളികളിൽ എങ്ങനെ പന്തിനെ നേരിടണമെന്ന് നന്നായി അറിയാം ഈ ബോച്ചയ്ക്ക്. കൊള്ളാല്ലേ, നല്ല കമൻറ്റ്. ഞാനും ബോച്ചയുടെ ഈ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. കൊടുക്കുന്നത് എപ്പോഴും അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ശരി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?